ചേലക്കരയിൽ 1 രൂപയ്ക്ക് ബെഡ്ഷീറ്റ് 500 പേർക്ക്. വസ്ത്രങ്ങളിൽ വിലക്കുറവിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉദ്ഘാടന ദിവസമായ ജനുവരി 2-ാം തീയതി വ്യാഴാഴ്ച മുതൽ ജനുവരി 4 ശനിയാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും ഓരോ ദിവസവും പർച്ചേസ് നടത്തുന്ന 500 ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം. ചേലക്കര പഴയന്നൂർ റോഡ്, മേപ്പാടം, ചേലക്കര. കിള്ളിമംഗലം അൽ ഇർഷാദ് സ്കൂളിന്റെ 31ാമത് വാർഷികം ആഘോഷിച്ചു. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സിനർജി എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ പ്രിൻസിപ്പൽ PN അജ്മ പതാക ഉയർത്തി. തുടർന്ന് നടന്ന സമ്മേളനത്തിന്റെ ഉദ്ഘാടനം ആലത്തൂർ MP K രാധാകൃഷ്ണൻ നിർവഹിച്ചു. നമ്മുടെ ഈ സ്കൂളിന്റെ 31ാമത് വാർഷികാഘോഷ പരിപാടികളാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചത്. ഈ സ്ഥാപനം അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനം 1994 പ്രവർത്തനം ആരംഭിച്ചത്. 31 വർഷം പിന്നിടുകയാണ്. 31 വർഷത്തെ ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ സ്വാഗതം പറഞ്ഞ വൈസ് പ്രിൻസിപ്പൽ, അതുപോലെ അധ്യക്ഷത വഹിച്ച നമ്മുടെ മൊയ്തീൻകുട്ടി മുസ്ലിയാരും എല്ലാം സൂചിപ്പിക്കുന്ന ഒരു കാട് പിടിച്ച് കിടന്നൊരു സ്ഥലമായിരുന്നത്. ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ സ്ഥാപനത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഓരോ വളർച്ചയിലും അത് കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തിയാണ് ഞാൻ. പടിപടിയായി വളർന്ന് ഇന്ന് ഈ നിലയിൽ എത്തി നിൽക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഒരു സംഭാവനയാണ് അൽ ഇർഷാദ് എന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം നൽകുന്നത്. അൽ ഇർഷാദ് എന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനം കെട്ടിപ്പടുക്കാൻ വേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും സഹായിച്ച എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. DII ജനറൽ സെക്രട്ടറി PV മൊയ്തീൻകുട്ടി മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ചേലക്കര MLA UR പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. 31 വർഷം കഴിയുമ്പോൾ മുൻകാലങ്ങളിൽ വെച്ച് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഓരോ കൊല്ലം കഴിയുമ്പോൾ അൽ ഇർഷാദ് സ്കൂൾ വലിയ മാറ്റമാണ് കുട്ടികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ പഠനവുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ടാണ് ഈ സ്കൂളിൽ കാലെടുത്ത് വയ്ക്കുന്ന കുട്ടികൾക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ പൂർണ്ണമായും അവരെ ഏത് ലക്ഷ്യമാണ് ഉദ്ദേശിച്ച ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചാണ് സ്കൂൾ പടിയിറങ്ങുന്നത്. അതിന് തന്നെ തെളിവാണ് ഓരോ കുട്ടികളും മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പഠനവും എല്ലാം കാഴ്ചവെച്ച് ഇവിടുന്ന് പുറത്തിറങ്ങുന്നത്. വൈസ് പ്രിൻസിപ്പൽ MA റഷീദ്, അലുമിനി പ്രസിഡന്റ് സാദിഖ് തങ്ങൾ, PTA പ്രസിഡന്റ് അലി പള്ളം, DII മാനേജിംഗ് കമ്മിറ്റി അംഗം MP മൊയ്തീൻ, MS ഡിപ്പാർട്ട്മെന്റ് HOD റഷീദ് സഖാഫി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. DII വൈസ് പ്രസിഡന്റ് മൂസ ഹാജി, ഫിനാൻസ് സെക്രട്ടറി മൊയ്തു ഹാജി, ഉമ്മർ ഹാജി, അബു ഹാജി, കുവൈറ്റ് റെപ്രസെന്റേറ്റീവ് മുസ്തഫ മുസ്ലിയാർ, UKK കിള്ളിമംഗലം, PS മുഹമ്മദ് തങ്ങൾ കിള്ളിമംഗലം, DII മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ KS മുഹമ്മദ് അലി ഹാജി, മുസ്തഫ കാമിൽ സഖാഫി, മുഹമ്മദ് കുട്ടി സഖാഫി, AM മൊയ്തീൻ, MS മുഹമ്മദ് ഹാജി വെട്ടിക്കാട്ടിരി, ഉസ്മാൻ ഹാജി, അനസ് സഖാഫി, അബ്ദുള്ള അൻവരി, സ്കൂൾ മാനേജർ അബ്ദുൽ അസീസ് ആദി, KK മുഹമ്മദ് സഖാഫി, വാഴാലിപ്പാടം തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ചടങ്ങിൽ സ്കൂളിലെ വിദ്യാർത്ഥിനി ഇശൽ മാഹിൻ രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനവും വിവിധ മത്സരങ്ങളിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും ആലത്തൂർ MP K രാധാകൃഷ്ണൻ നിർവഹിച്ചു. സന്തോഷത്തിന്റെ പൂക്കൾ കുട്ടിക്ക് ക്ലാസ് 1B, മുഹമ്മദ് KN ക്ലാസ് 1B, 3rd C ഒളിമ്പ്യ സിൽവർ സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയായ ക്ഷണിക്കുന്നു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. റൈറ്റ് വിഷൻ ന്യൂസ്, പാഞ്ഞാൾ.